ഓൾറെഡി നോട്ട്സ്, ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇട്ട് തരാമേ. ഇല്ല, ഇടാം. ഓക്കെ, കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആസിഡ് ബേസ് സോൾട്ട് ആണ്. ആസിഡ് ബേസ് സോൾട്ട് ആണ്. നോക്കാം നമുക്ക്. ആസിഡ് ബേസ് സോൾട്ടിനകത്ത് നമ്മൾ ആദ്യം പറയാനുള്ളത് എന്താണ്? ആസിഡിനെ പറ്റിയാണ്. ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് പറയാനുള്ളത്, അല്ലേ? ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആസിഡ് എന്താ? ആസിഡ് എന്ന് പറയുമ്പോൾ സോർ ടേസ്റ്റ് ഉള്ള ആസിഡ് എന്ന് പറയുമ്പോൾ സോർ ടേസ്റ്റ് ഉള്ള ഒരു കെമിക്കലാണെന്നുള്ള കാര്യമാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ആസിഡിനകത്ത് അല്ലെങ്കിൽ ആസിഡ് ബ്ലൂ ലിറ്റ്മസിന്റെ കളറിനെ എന്താക്കി മാറ്റും? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റും. ബ്ലൂ ടു റെഡ് ആക്കി മാറ്റും. അതായത് ലിറ്റ്മസിനെ, അല്ലേ? ലിറ്റ്മസിനെ ബ്ലൂ ടു റെഡ് ആക്കി മാറ്റും. ഇനിയും അതേപോലെ തന്നെ ആസിഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാകും. അതായത് ആസിഡ് ഇപ്പം HCl എടുത്തിട്ട് ഞാൻ വാട്ടറിൽ ഹൈഡ്രോലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ H3O+ അയോണും എന്താണ് Cl- കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാകും. ഈ ഹൈഡ്രോണിയം അയോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ HCl-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H+ഉം Cl- ആണ് ഉണ്ടാവുക, അല്ലേ? ഈ H+ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഈ ഹൈഡ്രോണിയം അയോണിനെ. പക്ഷേ H+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇലക്ട്രോൺ പോലും ഇല്ലാത്ത സ്പീഷീസ് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ വാട്ടറിനകത്ത് H2O കൂടെ സഹായത്തിന് വിളിച്ചിട്ട് H3O+ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിനെ ഹൈഡ്രോണിയം അയോൺസ് എന്നാണ് പറയുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ആസിഡിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആസിഡ് എവിടെ നിന്നുണ്ടാകുന്നു, സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസിഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ്? മിനറൽ ആസിഡും അതേപോലെ തന്നെ എന്താണ്? അതേപോലെ തന്നെ ഓർഗാനിക് ആസിഡും. ഈ മിനറൽ ആസിഡ് എന്ന് പറയുമ്പം മിനറൽസിൽ നിന്ന് ഫോം ചെയ്യുന്ന ആസിഡ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ H2SO4, അതേപോലെ തന്നെ HCl, അതുപോലെ തന്നെ HNO3, അതേപോലെ തന്നെ എന്താണ് H2CO3, ഇവരെല്ലാം മിനറൽ ആസിഡിന് എക്സാമ്പിളാണ്. എന്നാൽ ഓർഗാനിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് സബ്സ്റ്റൻസിൽ നിന്നുണ്ടാകുന്ന ആസിഡ്, അതായത് CH3COOH അസറ്റിക് ആസിഡ്, അതേപോലെ തന്നെ സിട്രിക് ആസിഡ്, അതേപോലെ തന്നെ എന്താണ് ഫോർമിക് ആസിഡ്, ഉറുമ്പ് കടിക്കുമ്പോൾ ആസിഡാണ് ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോർമിക് ആസിഡ്, ഇങ്ങനെയുള്ള ആസിഡ് എല്ലാം ഓർഗാനിക് ആസിഡാണ്. ഓക്കെ ആണല്ലോ? ഇത് സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. മിനറൽസിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്നത് മിനറൽ ആസിഡ്, ഓർഗാനിക് സബ്സ്റ്റൻസിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഓർഗാനിക് ആസിഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനിയും നിങ്ങൾ 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഈ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണെന്നറിയോ ഉണ്ടാകുന്നത്? അല്ല, എന്തിലാണെന്നറിയോ ഉണ്ടാകുന്നത്? അസറ്റിക് ആസിഡ് നമുക്ക് വിനീഗറിനകത്ത് കാണാനായിട്ട് സാധിക്കും. വിനീഗർ. അടുത്തത് എന്താണെന്നറിയാമോ? അടുത്തത് ടാർട്ടാറിക് ആസിഡിനകത്ത് ടാമറിന്തിനകത്താണ് ടാർട്ടാറിക് ആസിഡ് ഉള്ളത്. ടാമറിന്ത്. അതേപോലെ തന്നെ ഓക്സാലിക് ആസിഡ് എന്തിനകത്തുണ്ട്? ഓക്സാലിക് ആസിഡ് ടൊമാറ്റോയ്ക്കകത്തുണ്ട്. അതേപോലെ തന്നെ സിട്രിക് ആസിഡ് എന്തിനകത്തുണ്ട്? ഓറഞ്ചിനകത്തുണ്ട്. അതേപോലെ തന്നെ മാലിക് ആസിഡ് എന്തിനകത്തുണ്ട്? മാലിക് ആസിഡ് ഗ്രേപ്പിനകത്തുണ്ട്, ആപ്രിക്കോട്ടിനകത്തുണ്ട്, അതേപോലെ തന്നെ ബ്ലാക്ക് ബെറിക്കകത്തുണ്ട്. ഇനിയും അതേപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് എന്തിനകത്താ ഉള്ളത്? ലാക്റ്റിക് ആസിഡ് കേടിനകത്താണുള്ളത്. ഓക്കെ ആണല്ലോ? അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി നമ്മൾ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. ഇനി നമ്മൾ എന്താണെന്നറിയാമോ? സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാൻ പോവാണ്. എന്താണെന്നറിയാമോ? സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും. സ്ട്രോങ് ആസിഡിന് ഒരു എക്സാമ്പിൾ ആണ് HCl. ഈ സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്ന ആൾക്കാരെയാണ് സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം 100 HCl മോളിക്കൂൾ ഉണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പം 100 H3O+ അയോൺസും
100 Cl മൈനസ് അയോൺസും ഉണ്ടാവുമെങ്കിൽ കണ്ടോ കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറി അയോൺസ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ത് സ്ട്രോങ് ആസിഡ് എന്ന് വിളിക്കുന്നത്. HCl ഒരു സ്ട്രോങ് ആസിഡാണ്. H2SO4 ഒരു സ്ട്രോങ് ആസിഡാണ്. അതേപോലെ തന്നെ HNO3 ഒരു സ്ട്രോങ് ആസിഡാണ്. അതേപോലെ തന്നെ H3PO4 അതെല്ലാം അത് ഞാൻ എഴുതുന്നില്ല, ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. ഇനി വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അയോണൈസേഷൻ നടക്കാത്ത ആസിഡാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അസറ്റിക് ആസിഡ് CH3COOH ഇതൊരു വീക്ക് ആസിഡാണ്. ഇതിൻ്റെ അകത്തെ അയോൺസ് ഏതൊക്കെയാണ്? ഇപ്പം 100 CH3COOH എന്താണ് ആസിഡ് എടുത്തിട്ട് മോളിക്കുലർ ആസിഡ് എടുത്തിട്ട് അതിനകത്തൊരു വാട്ടർ ഇട്ട് ഹൈഡ്രോളിസിസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണെന്ന് അറിയാമോ, അവിടെ ഒരു 50 CH3COO മൈനസും ഒരു 50 H+ഉം ഉണ്ടാകത്തുള്ളൂ. ബാക്കി 50 എണ്ണം എന്തായിട്ട് തന്നെ കിടക്കുവാണ്, CH3COOH ആയിട്ട് തന്നെ ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുവാണെങ്കിൽ ഇവിടെ പാർഷ്യൽ ഡിസോസിയേഷനേ നടന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ വീക്ക് ആസിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അത് ഫോർമിക് ആസിഡ് ഒരു എക്സാമ്പിൾ ആണ്. ഫോർമിക് ആസിഡിന്റെ ഫോർമുല HCOOH ആണ്. ഇത് വീക്ക് ആസിഡ് ആണ്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ എന്താണ് കാർബോണിക് ആസിഡ് H2CO3 ഇവന്റെ പേര് കാർബോണിക് ആസിഡ് ആണ്. കാർബോണിക് വീക്കാ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനിയും നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എന്ന് പറയുമ്പോൾ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ബേസ്, ഇല്ലേ? ബേസിന് ഒരു ബിറ്റർ ടേസ്റ്റ് ആണ് ബേസിന്. ഇനിയും ബേസിന്റെ പ്രത്യേകത എന്താ? ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റുന്നു? ബ്ലൂ ആക്കി മാറ്റുന്നു. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ വാട്ടറിനകത്ത് എന്താണ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു ബേസിനെ, ഇപ്പോൾ ഉദാഹരണം NaOHനെ ഞാൻ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവുമെന്ന് അറിയാമോ? വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ Na+ അയോണും OH- അയോൺസും ഉണ്ടാവും. കണ്ടോ? ഈ OH- അയോൺസിനെ നമ്മൾ ഹൈഡ്രോക്സിൽ അയോണെന്നോ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോണെന്നോ പറയും. OH- അയോൺസ് ഉണ്ടാക്കുന്ന എല്ലാം എന്തായിരിക്കും? ബേസ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം NaOH ഒരു ബേസ് ആണ്, KOH ഒരു ബേസ് ആണ്, CaOH ട്വൈസ് ഒരു ബേസ് ആണ്, MgOH ട്വൈസ് ഒരു ബേസ് ആണ്, അതേപോലെ തന്നെ AlOH ത്രൈസ് ഒരു ബേസ് ആണ്, FeOH ത്രൈസ് ഒരു ബേസ് ആണ്. ഇതെല്ലാം എന്താണ്? ബേസിക് കൺസെപ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി മെറ്റൽ ഓക്സൈഡിനെല്ലാം ഇവർ മാത്രമല്ല, അതായത് OH- അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ മാത്രമല്ല ബേസ് ആയിട്ടുള്ളത്, O2- അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ എന്ത് തന്നെയാണ്? ബേസ് ആണ്. കാരണം മെറ്റാലിക് ഓക്സൈഡുകളെല്ലാം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സോഡിയം ഓക്സൈഡ് Na2O ഇവനൊരു ബേസിക് ഓക്സൈഡാണ്. അതേപോലെ തന്നെ MgO ഇവനൊരു ബേസിക് ഓക്സൈഡാണ്. CaO ഇവനൊരു ബേസിക് ഓക്സൈഡാണ്. അപ്പം ഓക്സൈഡുകളും എന്ത് തന്നെയാണ്? മെറ്റാലിക് ഓക്സൈഡുകൾ എന്താണ്? ബേസിക് നേച്ചറാണ്. എന്നാൽ ചില മെറ്റാലിക് ഓക്സൈഡുകൾ രണ്ട് നേച്ചറും കാണിക്കും, അസിഡിക് നേച്ചറും കാണിക്കും, ബേസിക് നേച്ചറും കാണിക്കും. അങ്ങനെയുള്ള രണ്ടാൾക്കാരാണ് സിങ്ക് ഓക്സൈഡും അലൂമിനിയം Al2O3. നമ്മളിത് പഠിച്ചാണ്. ഇവരെ ആംഫോടെറിക് ഓക്സൈഡുകൾ എന്നാണ് പറയുന്നത്. ഇവർ മെറ്റൽ ഓക്സൈഡുകളാണ്, പക്ഷേ ഇവരെന്ത് കാണിക്കും? ഇവർ അസിഡിക് പ്രോപ്പർട്ടിയും കാണിക്കും ബേസിക് നേച്ചറിൻ്റെ കൂടെ തന്നെ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനിയും അതേപോലെ തന്നെ എന്താ നമുക്ക് പറയാനുള്ളത്, ബേസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മറ്റേ ക്ലാസിഫൈ ചെയ്ത പോലെ സ്ട്രോങ് ബേസും അതായത് എന്താണ് സ്ട്രോങ് ബേസും വീക്ക് ബേസും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ബേസിനെ ക്ലാസിഫൈ ചെയ്യാം, വീക്ക് ബേസ് ക്ലാസിഫൈ ചെയ്യാം. സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ആണ് NaOH, അതുപോലെ തന്നെ KOH, അതേപോലെ തന്നെ ലിഥിയം LiOH ഒക്കെ എന്താണ് സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ആണ്. വീക്ക് ബേസിന് എക്സാമ്പിൾ ആണ് CaOH ട്വൈസ്, അതേപോലെ തന്നെ MgOH ട്വൈസ്, അതേപോലെ തന്നെ NH4. ഒരു നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡ് ബേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമ്പിൾ എഴുതേണ്ടത് ഇതാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം മെറ്റാലിക് ഹൈഡ്രോക്സൈഡാണ്. പക്ഷേ NH4+ എന്ന് പറഞ്ഞാൽ ഇത് അമോണിയം എന്ന് പറയും. അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇത് ഒരു നോൺ മെറ്റാലിക് ഹൈഡ്രോക്സൈഡിന് എക്സാമ്പിൾ ആണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കണം. NH4OH എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റാലിക്
മെറ്റാലിക് എന്താണ് ഹൈഡ്രോക്സൈഡിന് ഒരു എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ക്ലിയർ ആണല്ലോ. ഇനിയും ബേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസിന് ഒരു സോപ്പി ടച്ച് ആയിരിക്കും. അതേപോലെ തന്നെ ബേസ് എന്താണ് ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും അക്വ സ്റ്റേറ്റിൽ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കേപ്പബിൾ ആണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വാട്ടറിൽ ഡിസോൾവ് ആകുന്ന ബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയാമോ, ആൽക്കലി എന്ന് വിളിക്കുന്നത്. അതായത് എല്ലാ ബേസും എന്ത് ചെയ്യത്തില്ല, വാട്ടറിൽ ഡിസോൾവ് ആകത്തില്ല. വാട്ടറിൽ ഡിസോൾവ് ആകുന്ന ബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആൽക്കലി. വാട്ടറിൽ ഡിസോൾവ് ആകുന്ന ബേസിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി. NaOH അതിനൊരു എക്സാമ്പിൾ ആണ്, KOH അതിനൊരു എക്സാമ്പിൾ ആണ്. ഇതെല്ലാം വാട്ടറിൽ ഡിസോൾവ് ആകുന്ന ബേസ് ആണ്. അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, അവരെ നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ CaOH2ന്റെ ഒരു പ്രത്യേകത എന്ന് നോക്കിക്കണം, ഇവര് സ്പാരിംഗ്ലി സോലുബിൾ ആണ്. സ്പാരിംഗ്ലി സോലുബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ കുറച്ച് മാത്രം എന്ത് ചെയ്യും, വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന ഹൈഡ്രോക്സൈഡ് ആണ്, അല്ലെ ബേസ് ആണ് എന്ത്, CaOH2 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഒരു ആസിഡിനെയും ബേസിനെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള ഇൻഡിക്കേറ്ററുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇനി എന്താണ്, ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതായത് മണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്കുണ്ട്. അതായത് ലാബിൽ പ്രിപ്പയർ ചെയ്തെടുത്ത കെമിക്കൽസും ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റ്മസ് ആണ്. ഒന്നാമത്തെ നാച്ചുറൽ ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ ആണ് എന്താണ്, ലിറ്റ്മസ് എന്ന് പറയും. ലിറ്റ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആകുവാണെങ്കിൽ അത് ആസിഡ് ആണെന്ന് മനസ്സിലാവും. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആകുവാണെങ്കിൽ അത് ബേസ് ആണെന്നും മനസ്സിലാവും. ഓക്കെ ആണല്ലോ. ഇതാണ് ലിറ്റ്മസിന്റെ പ്രത്യേകത. ഇത് ഒന്നാമത്തെ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. രണ്ടാമത്തേത് എന്താണ്, ടർമറിക് എടുക്കാം. ടർമറിക്കിന്റെ പ്രത്യേകത എന്താ, ടർമറിക്കിനകത്തോട്ട് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകത്തില്ല, നോ കളർ ചേഞ്ച്. അതായത് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്തല്ല, നോ കളർ ചേഞ്ച് ആണ്. എന്നാൽ ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അതായത് ഓറഞ്ച് ആണോ റെഡ് ആണോ, ഓറഞ്ച് റെഡ് അല്ല, റെഡ് ആണ്. യെല്ലോ എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ ഓണത്തിനൊക്കെ കസവൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സദ്യ കഴിക്കുമ്പോഴത്തേക്കും ദേഹത്ത് കറി വീഴും. അപ്പം ടൈഡിൻ്റെ ടൈഡിൻ്റെ സോപ്പ് പൊടി ഇട്ട് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറ ചുമന്നിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. അവർ വിചാരിക്കും ഇങ്ങനെ വെളുത്ത് മാറുമെന്നൊക്കെ അവർ പരസ്യത്തിൽ കാണിക്കുമെങ്കിലും അത് ചുമന്നിരിക്കും. കാരണം എന്താണെന്ന് അറിയോ, അതിനകത്ത് മഞ്ഞൾപ്പൊടിയുണ്ട് കറിക്കകത്ത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിക്കകത്ത് നമ്മൾ സോപ്പിട്ട് അലക്കുമ്പോൾ ബേസാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെഡ് കളർ ഉണ്ടാവും. അതുകൊണ്ട് അതൊരിക്കലും പോകത്തുമില്ല, അല്ലെ പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്ത് വേറെ പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, എനിവേ അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ റെഡ് ക്യാബേജ് ഒരു എക്സാമ്പിൾ ആണ്. റെഡ് ക്യാബേജിന്റെ പ്രത്യേകത എന്താ, റെഡ് ക്യാബേജ് എന്ന് പറയുമ്പോൾ ആസിഡിൽ റെഡ് ആയിട്ട് തന്നെ തുടരുന്നു, ബേസിൽ എന്തായിട്ട് തുടരുന്നു, ബേസിൽ ഗ്രീൻ ആയിട്ട് മാറുന്നു. അതായത് ആസിഡിൽ റെഡ് ആയിട്ട് തുടരും, ബേസിൽ എന്താണ്, ഗ്രീൻ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ, ഗ്രീൻ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ. ഇനിയും അതേപോലെ തന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, രണ്ടാമത്തെ സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. സിന്തറ്റിക് ഇൻഡിക്കേറ്റർ എന്താണ് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലാബിൽ ഉണ്ടാക്കിയെടുത്ത ഇൻഡിക്കേറ്ററിനെയാണ് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. മെയിൻലി നമുക്കുള്ളത് ഫിനോൾഫ്തലീൻ ശരിക്കും കളർലെസ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ആണ്. ഫിനോൾഫ്തലീൻ കളർലെസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അത് ആസിഡിനകത്ത് അല്ലെങ്കിൽ ആസിഡിനകത്ത് ഒഴിക്കണമെങ്കിൽ അതെന്ത് ചെയ്യും, കളർലെസ് ആയിട്ട് തന്നെ തുടരും. എന്നാൽ ബേസിനകത്താണ് ഒഴിക്കുന്നതെങ്കിൽ എന്താവും അറിയാമോ, അത് പിങ്ക് ആയിട്ട് മാറും. അതാണ് ഫിനോൾഫ്തലീൻ്റെ പ്രത്യേകത. രണ്ടാമത്തേത് മീഥൈൽ ഓറഞ്ച് ആണ്. മീഥൈൽ ഓറഞ്ചിന്റെ ജനറൽ കളർ എന്ന് പറയുന്നത് എന്താണ്, ഓറഞ്ച് ആണ്. അത് എന്താണ്, നമ്മൾ ആസിഡിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും,
ആസിഡ് ഒഴിക്കുവാണെങ്കിൽ അതെന്തായിട്ട് മാറും? അത് റെഡായിട്ട് മാറും. അതേപോലെ തന്നെ ബേസ് ഒഴിക്കുവാണെങ്കിൽ അതെന്തായിട്ട് മാറും? യെല്ലോ ആയിട്ട് മാറും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഉള്ളൊരു ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പം എന്താണ്? അല്ല, 2 ഇൻഡിക്കേറ്ററിനെ പറ്റി പറഞ്ഞോളായിരുന്നു അല്ലേ? അത് കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? മണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത് ഒന്ന് വാനില എസൻസ് ആണ് ഇല്ലേ? വാനില എസൻസ് ആണ്. വാനില എസൻസ് നമ്മൾ ബേസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ സ്മെല്ല് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതായത് ബേസ് ആഡ് ചെയ്യുമ്പം ലോസസ് ഇറ്റ് സ്മെല്ല്. എന്നാൽ ആസിഡ് ആഡ് ചെയ്താലോ? ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? നോ ചേഞ്ച് ഇൻ ഇറ്റ് സ്മെൽ. എന്താണെങ്കിലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഇത് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ ക്ലോവ് ഓയിൽ എടുക്കുകയാണ്. ഗ്രാമ്പു ക്ലോവ് ഓയിൽ എടുക്കുകയാണ്. ക്ലോവ് ഓയിൽ എടുത്തിട്ട് അതിനകത്ത് ബേസ് ഒഴിക്കുകയാണെങ്കിൽ എന്താ സെയിം തന്നെ ഇല്ലേ? സെയിം ആസ് എബോവ് എന്ന് കൊടുക്കുകയാണ്. സെയിം ലോസ് ഇറ്റ് സ്മെൽ ഇല്ലേ? അതായത് ലോസ് ഇറ്റ് സ്മെൽ. അതേപോലെ തന്നെ എന്താണ്? ആസിഡ് ഒഴിക്കുകയാണെങ്കിലും എന്താണ്? നോ ചേഞ്ച് ഇൻ ഇറ്റ് സ്മെല്ലാണ്. ഇനി ഉള്ളിയാണെങ്കിലോ? ഒനിയൻ ആണെങ്കിലും സെയിം തന്നെ. എന്താണ്? ബേസ് ഒഴിക്കുകയാണെങ്കിൽ അതെന്ത് സംഭവിക്കും? അത് ലോസസ് ഇറ്റ് സ്മെൽ. ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എന്താണ്? നോ ചേഞ്ച് ഇൻ ഇറ്റ് സ്മെൽ. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. വൈ a cloth wrapping an onion when added with a base loses its smell. ഉള്ളി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തുണി, എന്തായാലും അതിന് ഉള്ളിയുടെ മണം കാണും ഉറപ്പായിട്ടും ഇല്ലേ? അതെടുത്തിട്ട് അതിനകത്ത് ബേസ് ആഡ് ചെയ്യുമ്പോൾ ആ ഉള്ളിയുടെ മണം പോകുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കും. ആണോ? എന്താ കാരണം? ഞാൻ പറയാം. ഒനിയനകത്ത് എന്തുണ്ടെന്നറിയാമോ? ഒനിയനകത്ത് ആസിഡ് ഉണ്ട്. നമ്മൾ ഒഴിക്കുന്നത് ബേസ് ആണ്. ആസിഡ് പ്ലസ് ബേസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. സോൾട്ട് പ്ലസ് വാട്ടർ ഉണ്ടാകും. അപ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ മണം നഷ്ടപ്പെട്ടു. കത്തിക്കകത്ത് ഉള്ളി എന്തിനാ ഉപയോഗിക്കുന്നത്? ആണല്ലോ, എന്തിനാ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ധർമ്മം എന്തുവാ? എന്തിനാ? അതിനൊരു അറോമ വരാനും ടേസ്റ്റ് വരാനുമാണ്. അപ്പം നീ ടേസ്റ്റ് വരാതിരിക്കാനുള്ള എന്തിനാ? എന്നാൽ പിന്നെ ഉള്ളി തിന്നായിരുന്നാ പോരെ? അപ്പം എന്തിനാ? അതാ പറഞ്ഞേ, മണവും കണ്ണ് നീറുന്ന അതുകൊണ്ടല്ല. കണ്ണ് നീറുന്ന അതിനകത്ത് അതിനകത്ത് സൾഫീനിക് ആസിഡ് എന്ന് പറയുന്നൊരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കണ്ണിലെ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡായിട്ട് മാറുന്നുണ്ട്. മനസ്സിലായോ? ആ ബേസ് കത്തിയെ വെച്ചിട്ട് മുറിക്കാൻ നീ അങ്ങനെ ബേസിനകത്തൊരു കാര്യം ചെയ്യും. ഉള്ളി കൊണ്ട് ബേസിനകത്ത് മുക്കിയിടണം, എന്നിട്ട് മുറിച്ച് നോക്കും. ഓക്കെ, ഇവിടെ നോക്കിയോ? എന്നിട്ട് അത് തിന്നണം, നല്ല രസമായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയോ? നിങ്ങളിതൊന്നും കേൾക്കണ്ട കേട്ടോ. ഇവിടെ കുറച്ച് മണ്ടന്മാരുണ്ട് കേട്ടല്ലോ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയോ? അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അതായത് എന്താണ്, മണ്ടന്മാരെ ശ്രദ്ധിച്ചോണം എന്നല്ല പറഞ്ഞേ. ഓക്കെ, ഒനിയൻ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈ സ്മെൽ ഓഫ് ഒനിയൻ ഡിസപ്പിയേഴ്സ് വെൻ എ ബേസ് ഈസ് ആഡഡ് ടു എന്താണ് ഇറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒനിയൻ കണ്ടെയ്ൻ ആസിഡ് വിച്ച് വിൽ റിയാക്ട് വിത്ത് ബേസ് വെൻ ആഡഡ് ആൻഡ് അണ്ടർഗോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. സോ എന്താ സംഭവിക്കുന്നത്? സ്മെൽ ഓഫ് ദി ഒനിയൻ ഡിസപ്പിയേഴ്സ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആണ്. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് പ്ലസ് മെറ്റൽ എന്തായിരിക്കും ഉണ്ടാക്കുക? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ HCl Na-യുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? NaCl പ്ലസ് എന്നുണ്ടാവും, H2 ഉണ്ടാവും. ഓക്കെ ആണല്ലോ.
അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഏതെങ്കിലും സിങ്ക് എടുക്കട്ടെ, H2SO4 പ്ലസ് സിങ്ക് എടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ എന്താ രണ്ടും ZnSO4 പ്ലസ് എന്തെന്ന് വരും? H2 എന്ന് വരും. ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ല, നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് റിയാക്ഷൻ ഓഫ് ബേസ് വിത്ത് മെറ്റൽ. ബേസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിലോ, നോക്കിക്കോ, ഒരു ബേസ് എടുക്കുന്നു, നോക്കിക്കോളൂ, ബേസ് എടുത്തിട്ട് അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുക? അത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുക. എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പോഴും സോൾട്ട് പ്ലസ് എന്താണ്? ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, NaOH ബേസ് പ്ലസ് ഒരു മെറ്റല് സിങ്ക് എടുക്കാം. സിങ്ക് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഒരിക്കലും ZnOH ട്വൈസ് എന്ന് എഴുതി വെക്കരുത്. കാരണം ഇവിടെ സോൾട്ട് ആണ് ഉണ്ടാകുന്നത് കൊണ്ട് ഇവിടെ സോഡിയം സിങ്കേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ZnO2 2- എന്ന് പറയുമ്പോൾ ഇവിടെ സിങ്കേറ്റ് അയോൺ എന്നാണ് പറയുന്നത്. സിങ്കേറ്റ് അയോൺ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നോക്കി, ഇവൻ കട്ട് ചെയ്യും, ഇവനും കട്ടാവും, ഇവനും കട്ടായിട്ടെല്ലാം സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആകുമ്പോൾ അയോണിക് ഫോമിലാവുമ്പോൾ ഈ സിങ്കും ഓക്സിജനോട് ചേർന്നിട്ട് സിങ്കേറ്റ് ZnO2 2- എന്ന് പറഞ്ഞ അയോണും ZnO2 2- എന്ന് പറഞ്ഞ അയോണും Na+ എന്ന് പറഞ്ഞ അയോണും ആയിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രൊഡക്റ്റ് Na2ZnO2 ആയിരിക്കും പ്ലസ് എന്താണ്? ഹൈഡ്രജൻ. ഇവൻ്റെ പേരാണ് എന്ത്? സോഡിയം സിങ്കേറ്റ്. NaOHൻ്റെ മനസ്സിലായില്ല? റിയാക്ഷൻ നടക്കത്തില്ല. അപ്പോൾ ഇവിടെ എന്നെ മാറ്റിയിട്ട് അവിടെ തന്നെ വരും. നമുക്ക് ഈ പാത്രത്തിൽ അതെങ്ങനെ റിയാക്ഷൻ നടക്കുന്നത് നമുക്കൊരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല. ഇവിടെ നടക്കുന്ന മെയിൻ റിയാക്ഷനാണ് ഞാൻ എഴുതുന്നത്. ചിലപ്പോൾ ഈ സിങ്ക് പോയിട്ട് ഓക്സിജനുമായിട്ട് പോയിട്ട് ഒട്ടിപ്പിടിക്കും, ചിലപ്പം ഈ സിങ്ക് പോയിട്ട് ഹൈഡ്രജനുമായിട്ടും സിങ്ക് പോയിട്ട് ഇതെല്ലാം പോയിട്ട് നടക്കും. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യത്തില്ല. നിങ്ങൾ അടുത്ത വർഷം +2 പഠിക്കും, എല്ലാ റിയാക്ഷനും പ്രൊഡക്റ്റിലേക്ക് നയിക്കത്തില്ല. അത് പർട്ടിക്കുലർ ഓറിയൻറ്റേഷനിൽ പർട്ടിക്കുലർ കൊളീഷൻ നടക്കുന്ന സംഭവം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിയാക്ഷനിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ പോകണ്ട. കാരണം എന്താ? നമുക്ക് പഠിക്കാനില്ലല്ലോ. അപ്പോൾ പിന്നെ അത് പഠിക്കുമ്പോൾ അത് +2 നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. ഒരു കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ പഠിക്കും. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് അലൂമിനിയം പ്ലസ് എന്താ? KOH എടുക്കാൻ പോവാണ്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങളിവിടെ നോക്കി, ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? നിങ്ങൾ AlOH ത്രൈസ് എന്ന് എഴുതരുത്. ബേസും മെറ്റലും ഇതാക്കുമ്പോഴത്തേക്കും എന്ത് തന്നെയാണ് ഉണ്ടാകുന്നത്? സോൾട്ടും ഹൈഡ്രജനും ആണ് ഉണ്ടാകുന്നത്. ഇവിടെ അലൂമിനേറ്റ് അയോൺ എന്ന് പറഞ്ഞ അയോൺ ഉണ്ടാകും, AlO2 1-. ഓക്കെ, അതും K+ കൂടെ ആയിരിക്കും ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ KlO2 എന്ന് വരും. എന്താണ്? പൊട്ടാസ്യം അലൂമിനേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഓക്കെ ആണല്ലോ. പൊട്ടാസ്യം അലൂമിനേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. അതൊന്ന് ഓർത്ത് വെച്ചോണം. പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ ആണല്ലോ. ഇനിയും അതൊന്ന് ഓർക്കുക. സോഡിയം സിങ്കേറ്റിനെ പറ്റിയും പൊട്ടാസ്യം അലൂമിനെ പറ്റിയും സോഡിയം അലൂമിനെ പറ്റിയൊക്കെ നമുക്ക് ഒന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ എല്ലാ മെറ്റലും ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും ഹൈഡ്രജനും എല്ലാം ഉണ്ടാകുന്നത്. ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ മെറ്റലും ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും ഹൈഡ്രജനും എല്ലാം ഉണ്ടാകുന്നത്. നോക്കിയോ, ഞാൻ KOH എടുക്കുന്നു, എന്നിട്ട് KOH-ആയിട്ട് കോപ്പർ റിയാക്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ മറ്റേ അലൂമിനേറ്റും സിങ്കേറ്റും ഒന്നും അല്ല ഉണ്ടാകുന്നത്. ഇവിടെ കോപ്പർ ഹൈഡ്രോക്സൈഡ് തന്നെയാണ്, CuOH ട്വൈസാണ് ഉണ്ടാകുന്നത് പ്ലസ് K. മനസ്സിലായോ? നീ ചോദിച്ചതിൻ്റെ ഉത്തരം പറയുന്നത്. കാരണം നമുക്ക് എങ്ങനെ റിയാക്ഷൻ നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് റിയാക്ഷന് ഓരോ മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം അനുസരിച്ചാണ് നടക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് 12th പഠിക്കാനുണ്ടെങ്കിലും ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈഹാർട്ടാക്കി വെക്കണം. മനസ്സിലായോ? ഇതിനകത്ത് കോപ്പർ മാത്രം എന്താണ്? KOH ഇപ്പോൾ ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും ഹൈഡ്രജനും അല്ല ഉണ്ടാകുന്നത്. പകരം ഹൈഡ്രോക്സൈഡും മെറ്റൽസും തന്നെയാണ്, കറസ്പോണ്ടിങ് മെറ്റൽസും ആയിരിക്കും ഫോം ചെയ്യാന്നുള്ള കാര്യം ആലോചിച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇനിയും നമ്മൾ ആസിഡും ബേസും മെറ്റൽ കാർബണേറ്റുമായിട്ടും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ടും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം നോക്കിയോ. ഓക്കെ, അപ്പോൾ എന്താണ് മെറ്റൽ കാർബണേറ്റ്, എന്താണ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് എന്നൊന്ന് പറഞ്ഞു തരാം. നോക്കിക്കോളൂ. മെറ്റൽ കാർബണേറ്റ്, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് നോക്കിക്കോളൂ. മെറ്റൽ കാർബണേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം Na2CO3, ഇത് മെറ്റൽ കാർബണേറ്റ്. മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ NaHCO3, ഇത് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്. അതേപോലെ തന്നെ K2CO3 മെറ്റൽ കാർബണേറ്റാണ്. KHCO3 ഇത് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റാണ്. എപ്പോഴും ആലോചിച്ചോണം, കാർബണേറ്റിൻ്റെ ഓക്സിഡേഷൻ CO3 2- ഹൈഡ്രജൻ കാർബണേറ്റിൻ്റെ HCO3 1- ആണ് എന്നുള്ള കാര്യം ആലോചിച്ചോണം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കാം.
HCl ഞാൻ Na2CO3 റിയാക്ട് ചെയ്യാം. എപ്പോഴും ആലോചിക്കണം, കാർബണേറ്റുമായിട്ട് ആര് റിയാക്ട് ചെയ്താലും കോമ്പൗണ്ടിൽ പ്രൊഡക്റ്റിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവുന്ന ആദ്യം തന്നെ എഴുതിയിട്ടേക്കണം. പിന്നെന്താണ്, കറസ്പോണ്ടിങ് സോൾട്ട് ഉണ്ടാവും, ഇത് Cl ചേർന്നിട്ട് NaCl കൂടെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവല്യൂഷൻ ആണ് ചെയ്യുന്നത്, എന്താണ്, ഗ്യാസ് ആയിട്ട് ഇങ്ങനെ മണ്ടയ്ക്ക് ഇവോൾവ് ചെയ്ത് വരുവാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇത് തന്നെയായിരിക്കും HCl NaHCO3 സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താലും എന്ത് തന്നെയാണ്, NaCl പ്ലസ് CO2 പ്ലസ് എന്താണ്, H2 ആണ്. പക്ഷേ ഇവിടെ എന്ത് വ്യത്യാസം വരും, ബാലൻസിങ്ങിൽ വ്യത്യാസം വരും ഈ രണ്ട് റിയാക്ഷനാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് തന്നെ വേറെ ആസിഡ് വെച്ച് നോക്കിയാൽ ഇപ്പോൾ HNO3 ഞാൻ Na2CO3 ഇവിടെ ഒന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ NaHCO3 ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്, NAയും NO3യും കൂടെ ചേർന്നിട്ട് സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് സോൾട്ട് ഉണ്ടാകുന്നു, പ്ലസ് വാട്ടർ ഉണ്ടാകുന്നു, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് മനസ്സിലാക്കണം, ഈ കാർബൺ ഓക്സൈഡിനകത്തൂടെ ലൈം വാട്ടർ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് മിൽക്കി ആകുവാണെങ്കിൽ അതെന്താണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ മിൽക്കി ആകാൻ കാരണം എന്താ, അവിടെ കാക്കോ3 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാ അല്ലേ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ, അതായത് CaOH2 സ്ലേക്ക്ഡ് ലൈം എന്നാണ് ഇതിനെ പറയുന്നത് അല്ലേ, സ്ലേക്കഡ് ലൈം എന്നാണ് പറയുന്നത് ആണല്ലോ. ഈ സ്ലേക്കഡ് ലൈമിനെ നമ്മൾ ഉണ്ടാക്കിയ കാർബൺ ഡൈ ഓക്സൈഡിനകത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാക്കോ3 ഉണ്ടാകും. അതിനർത്ഥം എന്താണ്, ഈ കാക്കോ3 എന്ന് പറയുമ്പോൾ, കാക്കോ3 മീൻസ് എന്താ, എനിക്ക് ഓർത്തിരിക്കാനായിട്ടോ, കാക്കോ3 എന്നൊന്നും പറയല്ലേ, CaCO3 എന്താണ്, CaCO3 പ്ലസ് എന്താണ്, H2O. ഇതാണ് മിൽക്കി അല്ലെ, മിൽക്കി. ഇത് മാർബിൾ ആണ് അല്ലെ ലൈം സ്റ്റോൺ ആണ്, എല്ലാം എന്ത് തന്നെയാണ്, ഈ സെയിം ഫോർമുല തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനിയും നമ്മൾ എക്സസ് ആയിട്ട്, അതായത് ഈ ഉണ്ടായ ഈ സൊല്യൂഷനകത്തൂടെ വീണ്ടും ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുവാണെങ്കിലോ, അതായത് അത് നമുക്കൊന്ന് എഴുതാം, CaCO3 പ്ലസ് H2O വീണ്ടും ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുവാണെങ്കിൽ അവിടെ കാൽസ്യം ഹൈഡ്രജൻ CaHCO3 ട്വൈസ് ഉണ്ടാകും, കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറും, ആ വെള്ളത്തിൽ സോലുബിൾ ആയിട്ട് മാറും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും എന്താണ്, മെറ്റൽ ബേസുമായിട്ട് ആരും റിയാക്ട് ചെയ്യത്തില്ല, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റോ മെറ്റൽ കാർബണേറ്റോ ബേസുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. ഓക്കെ ആണല്ലോ, അതും ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ, ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്, ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു NaCl പ്ലസ് ആസിഡ് അല്ലേ, NaOH പ്ലസ് HCl ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, NaCl പ്ലസ് എന്തെന്ന് കിട്ടും, H2O എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനിയും റിയാക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് വിത്ത് ആസിഡ്. മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ MgO HCl റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, MgCl2 പ്ലസ് എന്നുണ്ടാവും. വാട്ടർ അല്ല അതൊന്നല്ല, മാഗ്നീഷ്യം ഓക്സിജൻ വരുമല്ലോ, അപ്പോൾ വാട്ടർ ഉണ്ടാവും അല്ലേ, H2O ഉണ്ടാവും. ശരിയല്ലേ, കാരണം മെറ്റൽ ഓക്സൈഡും ആസിഡും റിയാക്ട് ചെയ്യുന്ന സോൾട്ടും വാട്ടറും ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തോണം. ഇനി ഇതേപോലെ തന്നെ ഇതിപ്പം മെറ്റാലിക് ഓക്സൈഡും ആസിഡും റിയാക്ട് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടുന്നത്, സോൾട്ടും വാട്ടറും കിട്ടുന്നത്. ഇനി ഞാനൊരു നോൺ മെറ്റാലിക് ഓക്സൈഡ് എടുക്കുകയാണ്, നോൺ മെറ്റാലിക് ഓക്സൈഡും ബേസും എടുക്കുവാണെങ്കിലോ, നോക്കിയോ, നോൺ മെറ്റാലിക് ഓക്സൈഡിന് എക്സാമ്പിളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ബേസിന് എക്സാമ്പിളാണ് നമുക്ക് CaOH2. നോക്കിയേ, CaOH2ഉം CO2 കൂടെ ഇതിപ്പോൾ നമ്മൾ എഴുതിയ റിയാക്ഷനാണ്, എന്താണ്, CaCO3 പ്ലസ് എന്തുണ്ടാവും, അല്ല CaOH2 പ്ലസ് CaCO3 പ്ലസ് എന്തുണ്ടാവും, H2O ഉണ്ടാവും. ഓക്കെ ആണല്ലോ, ഇതും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇത് മെറ്റാലിക് ഓക്സൈഡും ആസിഡും ചേരുമ്പം സോൾട്ടും വാട്ടറും, നോൺ മെറ്റാലിക് ഓക്സൈഡും ബേസും ചേർന്ന് കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, സോൾട്ടും വാട്ടറും തന്നെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ, ഓർത്ത് വെച്ചേക്കുക. ഇനിയും ആസിഡിന് എന്തുകൊണ്ട് കൊറോസീവ് നേച്ചർ ഉണ്ടെന്ന് ഉള്ളൊരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാവാം. എന്തുകൊണ്ടാണ് ആസിഡിന് കൊറോസീവ് നേച്ചർ ഉണ്ടാവാൻ കാരണം എന്താ, കൊറോസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സബ്സ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്, ഞാൻ തന്നിട്ടുണ്ട് കൊറോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒറിജിനൽ നിങ്ങളൊന്ന് ഒരു കാര്യം ഒന്ന് എഴുതണം, ഒന്ന് മനസ്സിലാക്കണം. അതായത് ഇപ്പം ഞാൻ ഒരു
സ്റ്റീലിന് അല്ലെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ മണ്ടയ്ക്കോട്ട് എന്തിടാൻ പോവാം? അലൂമിനിയത്തിൻ്റെ മണ്ടയ്ക്കോട്ട് എന്തിടാൻ പോവാം? കുറച്ച് ആസിഡ് ഇടാൻ പോവാം. ഇവിടെ ശ്രദ്ധിക്കണം, അലൂമിനിയത്തിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ആസിഡ് ഇടാൻ പോവാം. ഉറപ്പായിട്ട് എന്ത് ചെയ്യും? അലൂമിനിയം കൊറോഡ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ആസിഡിനകത്തുള്ള അയോണ് പോയിട്ട് അലൂമിനിയത്തിൻ്റെ ആ അലൂമിനിയമായിട്ട് എന്ത് ചെയ്യും? പോയി ചേർന്നിട്ട് സോൾട്ടായിട്ട് മാറും. സോൾട്ടായിട്ട് മാറുമ്പോൾ ആ അലൂമിനിയം കംപ്ലീറ്റ് ആയിട്ട് വേറൊരാളായിട്ട് മാറുവാണ്. അലൂമിനിയം എന്ത് ചെയ്യും? ഡീഗ്രേഡ് ആയി പോകും. ഓക്കെ ആണല്ലോ? അതാണ് അതിൻ്റെ കാരണം. ഇത്രയും അല്ല, അതാ ചിലതിൻ്റെ ഘടനയാണ്. ചില അതിൻ്റെ ഘടന അങ്ങനെയാണ്. അതുകൊണ്ടാണത്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതിനെ സ്ട്രോങ് ആക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ബ്ലീച്ചിങ് പൗഡറിനകത്ത് ബ്ലീച്ചിങ് പൗഡർ എന്തിനാണ്? അണുക്കളെ കൊല്ലാനാണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ബ്ലീച്ചിങ് പൗഡർ അണുക്കളെ കൊല്ലാൻ ഉപയോഗിക്കുന്നത്? ബിക്കോസ് അത് അണുക്കളെ കൊല്ലുന്നുണ്ട്. അതല്ല, അതിനകത്ത് ഒരു നേസൻ്റ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ നേസൻ്റ് ഓക്സിജൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അണുക്കളുടെ ശരീരത്ത് പോയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അണുക്കളുടെ ശരീരത്തെ പ്രോട്ടീൻസ് ഉള്ളത് വലിച്ചെടുക്കും. അപ്പോൾ അണുക്കൾ നശിക്കും. പ്രോട്ടീൻസ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്തുള്ള H3O+ അയോൺസ് ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് അത് നല്ലതായിട്ട് എന്ത് ചെയ്യുന്നത്? റിയാക്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ടിവിറ്റി കുറയും. മനസ്സിലായോ? അതാണ് അതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഏതാ ഡൈല്യൂട്ട് ചെയ്യുക. അതിപ്പോൾ നമ്മൾ പറയും, നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചേർക്കുമ്പോഴാണ് ഡൈല്യൂട്ട് ആകുന്നത്. അപ്പം ഈ ആസിഡിനകത്തോട്ട് വെള്ളം ചേർത്താണോ ഡൈല്യൂട്ട് ചെയ്യുന്നത്? വെള്ളം ആസിഡിനകത്ത് ചേർത്തിട്ടാണോ ഡൈല്യൂട്ട് ചെയ്യുന്നത്? എപ്പോഴും വെള്ളത്തിലോട്ട് ആസിഡ് എപ്പോഴും ചേർക്കണം. കാരണം വെള്ളം കൂടുതൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം, ആസിഡ് ഡ്രോപ്പ് ആയിട്ടുണ്ടാകും. തിരിച്ചാണ് എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ആസിഡ് കൂടുതലുണ്ടാവും, വെള്ളം ഡ്രോപ്പ് ആയിട്ടെങ്കിൽ ആസിഡ് കണ്ടന്റ് വളരെ കൂടുതലാണ്. അവിടെ എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. കാരണം അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ തണുപ്പിക്കാനുള്ള വെള്ളം അവിടെ ഇല്ല. വെള്ളം ഒരു തുള്ളിയേ ഉള്ളൂ. നേരെ തിരിച്ചാണ് ഒഴിക്കുന്നതെങ്കിൽ ആസിഡ് വെള്ളത്തിലോട്ട് ഒഴിക്കുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. പക്ഷേ ആ ഹീറ്റിനെ തണുപ്പിക്കാനുള്ള വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒത്തിരി ഉള്ളതുകൊണ്ട് അതെന്ത് ചെയ്യും? എക്സോതെർമിക് റിയാക്ഷൻ നടക്കൂല. ഓക്കെ ആണല്ലോ? പിന്നെ ബേസസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ബേസസിനെ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സൊക്കെ റയോൺസ്, നൈലോൺസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. സോപ്പ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും. ബ്ലീച്ചിങ് പൗഡറിൻ്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കും. ബ്ലീച്ചിങ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ പേപ്പർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ സോപ്പിൻ്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കും. പിന്നെ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയും. അത് നമ്മുടെ വയറിനകത്ത് അൻറ്റാസിഡായിട്ട് ഉപയോഗിക്കും. നമുക്ക് HCl കൂടുതൽ വരുന്ന സമയത്ത് വയറിനകത്ത് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അൻറ്റാസിഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ വേറെ പേര് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നാണ്. അത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? ഇനിയും നമുക്ക് ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഒരിക്കലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല? ഒരു ആസിഡിൻ്റെയോ ബേസിൻ്റെയോ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പാത്രത്തിനകത്ത് കോൺസെൻട്രേറ്റഡ് H2SO4 എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ pH പേപ്പർ കൊണ്ടുമല്ല, ഞാനൊരു ബ്ലൂ ലിറ്റ്മസ് കൊണ്ട് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റുമോ അത് കോൺസെൻട്രേറ്റഡ് ആണോ അതോ ഡൈല്യൂട്ട് ആണോ എന്ന്? അറിയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആണോ ഡൈല്യൂട്ട് ആണോ അല്ലെങ്കിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ തന്നെ വേണം. അതിന് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. pH പേപ്പറിന് ഒരു സ്കെയിലുണ്ട്. അത് 0 തൊട്ട് 14 വരെയാണ്. 0 തൊട്ട് 6.9 വരെ അത് ആസിഡ് pH ആയിരിക്കും കാണിക്കുന്നത്. 6.9 അല്ലേ? 7, അതായത് 7 എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യം ന്യൂട്രൽ pH ആണ്. വാട്ടറിൻ്റെ, നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ന്യൂട്രൽ ഏതാ ആണ്? ഡിസ്റ്റിൽ വാട്ടർ 7 ആണ്. ലൈം വാട്ടർ അസിഡിക് ആണ്. ഒരു 2 ഒക്കെ വരും, 2, 3 ഒക്കെ വരും. തക്കാളി ആസിഡാണ്, 2 ഒക്കെ വരും, 3 ഒക്കെ വരും. തക്കാളിക്കുള്ള ആസിഡ് മാലിക് ആസിഡ് ആണെന്നല്ല, ഓക്സാലിക് ആസിഡ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്സാലിക് ആസിഡ് എന്ന് പറയുമ്പോൾ 7 താഴെ വരത്തുള്ളൂ. ഇനി ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. ഞാൻ ഇത് വേണ്ട എല്ലാം ഇതിനകത്ത് നോട്ടിനകത്തുള്ളതാണ്. ഇവിടെ നോക്കിയോ. ഇനിയും 7ന് മുകളിലോട്ട്, 7ന് താഴോട്ടുള്ള എല്ലാ ആസിഡിക്കും 7ന് മുകളിലോട്ടുള്ള എല്ലാം എന്താണ്? ബേസിക്കുമാന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ? ഇനിയും ഇതിനകത്ത് എങ്ങനെ ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. എന്താണെന്നറിയാമോ? ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ആസിഡിൻ്റെ pH കുറയോ കൂടുമോ? ആസിഡിൻ്റെ pH കൂടും. മനസ്സിലായോ? കാരണം 1 ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആസിഡാണ്. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അത് 2, 3, 4 ഒക്കെ ആയിട്ട് ന്യൂട്രലായിട്ട് മാറും. മനസ്സിലായി? ബേസിനകത്ത് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് എന്ത് ചെയ്യും? കുറഞ്ഞ 7ന്റെ മുകളിൽ പോകുന്നതിന് കാരണം എന്തുവാ? 7 വന്നാൽ പോരെ, ന്യൂട്രലേ ആകത്തുള്ളൂ. അത് ന്യൂട്രൽ ബേസ് ഒഴിച്ച് കഴിഞ്ഞാൽ 7ന്റെ മുകളിൽ പോകും. മനസ്സിലായോ? ന്യൂട്രൽ വരെ വരത്തുള്ളൂ. മനസ്സിലായോ? അതായത് നിനക്ക് തിന്നാൻ പറ്റുന്ന നിന്റെ വയറിനകത്ത് ഫുള്ളാകുന്ന വരെ തിന്നാൻ പറ്റത്തുള്ളൂ. അത് ഇനി നിനക്ക് തിന്നാൻ പറ്റത്തില്ല. മനസ്സിലായോ?
അത് ഇനി തിന്നാൻ പറ്റുമോ? അല്ലെങ്കിൽ മാക്സിമം ഇവിടം വരെ തിന്നാം അല്ലേ, അല്ലെങ്കിൽ ഇവിടം വരെ തിന്നാം. ഇനി ഒരു പഴം കൂടെ കുത്തി കയറ്റാൻ പറ്റുമോ അതിൽ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചത്തുപോകും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ശ്വാസം വിടാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ തട്ടിപ്പോവും, വേറെ പ്രശ്നമൊന്നുമില്ല. മണ്ടത്തരം ചോദിക്കാതെ. ഓക്കെ, ഇവിടെ നോക്കിയോ, ഇവിടെ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതായത് ഓക്കെ, അപ്പം ഡൈല്യൂട്ട് ചെയ്യുമ്പം ആസിഡിൻ്റെ പി എച്ച് കൂടും, ബേസിൻ്റെ പി എച്ച് എന്ത് ചെയ്യും, കുറയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. പിന്നെ ആസിഡിൻ്റെ ബേസിനെയും ആസിഡിൻ്റെ സ്ട്രെങ്തിനെയും ബേസിൻ്റെ സ്ട്രെങ്തിനെയും അളക്കാൻ നമുക്ക് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇല്ലേ. പി എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഒരു ആസിഡിനകത്തുള്ള H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗരിതമിക് വാല്യൂ ആണിത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഇക്വേഷൻ കാണാൻ പഠിക്കുക. അതേപോലെ ബേസിനകത്ത് കണ്ടുപിടിക്കണമെങ്കിൽ POHൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതെന്താണ്? നെഗറ്റീവ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് OH-. ഈ PHും POHും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 14 വരണം. ഓക്കെ ആണല്ലോ. PH ഇപ്പോൾ 2 ആണെങ്കിൽ POH എന്തായിരിക്കും? ഉറപ്പായിട്ടും 12 ആയിരിക്കും, എന്നാലേ 14 ആവത്തുള്ളൂ. മനസ്സിലായോ? PH 5 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കണം? ഇത് 9 ആയിരിക്കണം, എന്നാലേ 14 ആവത്തുള്ളൂ. മനസ്സിലായോ? അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ PHൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം PHൻ്റെ എവരിഡേ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പം സോയിലിലെ PH മെയിൻറ്റെയിൻ ചെയ്താലേ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അതായത് പ്ലാന്റിൻ്റെ സ്യൂട്ടബിൾ ഗ്രോത്തിന് അത് സഹായിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ PH കൃത്യം ബാലൻസ് ആയിരിക്കണം. PH കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ആസിഡിറ്റി കൂടുമ്പോൾ നമ്മൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഒക്കെ കുടിച്ചിട്ട് നമ്മളത് ന്യൂട്രലാക്കി എടുക്കേണ്ടി വരും. ഇനി അതേപോലെ തന്നെ PH ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മുടെ പല്ല് പുഴുപ്പല്ലായിട്ട് മാറുന്നത്, പോടൊക്കെ വരുന്നത് PHൻ്റെ വ്യത്യാസമുള്ളതുകൊണ്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ഇനാമൽ. മനസ്സിലായോ? പല്ല്. അപ്പം നമ്മൾ രാത്രി പല്ല് തേക്കാതൊക്കെ കിടന്നു കഴിഞ്ഞാൽ വായിൽ ഒരു ബാക്ടീരിയ ഉണ്ടാവും. ആ ബാക്ടീരിയ ആസിഡ് PH ആയിരിക്കും ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അസിഡിറ്റി ഉണ്ടാക്കും വായിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ ആസിഡ് ഈ കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിനെ എന്ത് ചെയ്യും? പെതുക്കെ കൊറോഡ് ചെയ്ത് തുടങ്ങും. അങ്ങനെ അവിടെ പല്ലിന് പുഴുപ്പല്ലാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാത്രി കിടക്കുന്നതിന് മുമ്പേ പേസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്, ബ്രഷ് ചെയ്ത് കിടക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പേസ്റ്റിനകത്ത് ബേസ് ഉണ്ട്. ആ ബേസും വായിനകത്തുള്ള ആസിഡും കൂടെ ചേരുമ്പോൾ സോൾട്ടും വാട്ടറുമായിട്ട് ന്യൂട്രലൈസ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ആസിഡ് അങ്ങനെ എന്ത് ചെയ്യത്തില്ല, നിലനിൽക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് രാവിലെ എണീക്കുമ്പോഴാണെങ്കിലും നമ്മൾ പല്ല് കേൾക്കുന്നതിൻ്റെ കാരണം അതാണ്. അല്ലാതെ വായ്നാറ്റം മാറാനും ഉണ്ട് കേട്ടോ. അല്ലെ, വായ്നാറ്റം എങ്ങനെയാണ് വരുന്നത്? ഈ ബാക്ടീരിയയുടെ ആക്ഷൻ കൊണ്ടാണ് വായ്നാറ്റം വരുന്നത്. അപ്പം വായ്നാറ്റം മാറുകയും ചെയ്യും, നമ്മുടെ പല്ലിനെ സംരക്ഷിക്കാനും പറ്റും. അതാണ് കാരണം. അതിൻ്റെ നിങ്ങൾക്ക് പഠിക്കാൻ പിന്നെ ഇനാമല്ലാത്താണല്ലോ ഇത് വരുന്നത്, പോട് വരുന്നത്, അല്ലാതെ മോണയ്ക്കകത്തല്ലല്ലോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇനിയും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൽഫ് ഡിഫെൻസ് മെക്കാനിസം ബൈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ചില ഇപ്പം നമ്മൾ കുളവി കുത്തി അല്ലെങ്കിൽ കടന്തൽ കുത്തി, ഉറുമ്പ് കടിച്ചു, ഇതൊക്കെ നമ്മുടെ ശരീരത്ത് കുത്തിവെക്കുന്നത് ഫോർമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡാണ്. അതുകൊണ്ടാണ് നമുക്കൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകുന്നത്. അതേപോലെ പ്ലാന്റ് കൊണ്ട് ചില കാട്ടിൽ ശബരിമലയിലൊക്കെ പോകുമ്പോഴേ ഫസ്റ്റ് ഈ കരിമല വഴിയൊക്കെ നടന്നു പോകുന്ന സമയത്ത് ആദ്യം പോകുന്ന ആൾക്കാരുടെ കാലയിലൊക്കെ ഈ വിഷച്ചെടി കൊള്ളുന്നു. ഈ വിഷച്ചെടി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടെന്ന് അറിയാമോ? അവരാണല്ലോ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കാലയിലൊക്കെ നടന്നു പോകുമ്പോൾ വിഷച്ചെടി കൊള്ളും, അതിനകത്ത് ആസിഡാണുള്ളത്. അത് കൊള്ളുമ്പോഴാണ് നമുക്ക് പൊള്ളുന്ന ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. അത് ആസിഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള കൺസെപ്റ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ പഠിക്കാനുള്ളത്. ഇതോടെ നമ്മുടെ എന്ത് ചെയ്തു? ആസിഡും ബേസും എല്ലാം എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോൾട്ടിനെ പറ്റിയാണ്. ഓക്കെ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് സോൾട്ട്. കുറേ ടൈപ്പ് സോൾട്ടിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം സോൾട്ട് ആണ് നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത്. സോൾട്ട്. ഓക്കെ ആണല്ലോ? സോൾട്ടിനെ പറ്റി പഠിപ്പിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം കെമിക്കൽസ് ഫ്രം സോൾട്ടിനെ പറ്റി പഠിക്കണം. ആദ്യം നിങ്ങൾ സോഡിയം ക്ലോറൈഡിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ സോൾട്ടുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാമോ? ഇലക്ട്രോലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പല സാധനങ്ങളും ഉണ്ടാവും. ആ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സോൾട്ടുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുതിയ സവിശേഷതകളുള്ള സോൾട്ടുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. അയോണിക് കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്?
അയോണിക് കോമ്പൗണ്ട് എപ്പോഴും ക്രിസ്റ്റലൈൻ ഫോമിലായിരിക്കും. നിങ്ങൾ നോക്കിയേ, ഉപ്പില്ലേ, നമ്മുടെ ഉപ്പ് ക്രിസ്റ്റൽ ഫോമിലല്ലേ ഇരിക്കുന്നത്? ആണ്. എന്താണ്, ക്രിസ്റ്റൽ ഫോമിലാണ് ഇരിക്കുന്നത്. അതുപോലെ അത് എന്താണ്, സോളിഡ് ആണ്, അത് സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ അവരുടെ തമ്മിലുള്ള മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. പിന്നെന്താണ്, അവർ ഹാർഡായിട്ടുള്ള ഒരു കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടയ്ക്ക് അയോണിക് ബോണ്ട് ആണുള്ളത് കൊണ്ടാണ് അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉള്ളത്. ഈ അയോണിക് ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, നമുക്കതൊന്നും പഠിക്കാനില്ല. ഞാൻ ജസ്റ്റ് അടുത്ത ചാപ്റ്ററിലെയും നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച ചാപ്റ്ററിലെയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി സോൾട്ട് അയോണിക് കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഉണ്ടായത്? ഏതെങ്കിലും ഒരു ആസിഡും ഏതെങ്കിലും ഒരു ബേസും തമ്മിൽ ചേർന്നിട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നപ്പോഴാണ് എന്തുണ്ടായത്? സോൾട്ട് ഉണ്ടായത്. ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ സോൾട്ട് നമുക്ക് ആസിഡ് സ്വഭാവമുള്ള, നമ്മൾ വിചാരിക്കും ഒരു ആസിഡും ബേസും ചേർന്നുണ്ടായ സോൾട്ട് അല്ലേ, സോൾട്ട് ഒരു ന്യൂട്രൽ അല്ലേ, ന്യൂട്രൽ കോമ്പൗണ്ട് അല്ല. നമുക്ക് ആസിഡ് സോൾട്ടും ഉണ്ട്, ആസിഡ് സോൾട്ട് ഉണ്ട്, അതേപോലെ തന്നെ ബേസിക് സോൾട്ടും ഉണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട്, അസിഡിക് സോൾട്ടും ഉണ്ട്. അസിഡിക് സോൾട്ടും ഉണ്ട്, സോറി ബേസിക് സോൾട്ട്, ന്യൂട്രൽ സോൾട്ടും ഉണ്ട്. ഓക്കെ, ഞാൻ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തമ്മിലാണ് ഞാൻ റിയാക്ട് ചെയ്ത് സോൾട്ട് ഉണ്ടാക്കിയെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് സ്ട്രോങ് ആസിഡ് സോൾട്ട് ആയിരിക്കും. ഞാനൊരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡും വെച്ചിട്ടാണ് ഞാൻ സോൾട്ട് ഉണ്ടാക്കിയെങ്കിൽ, അവിടെ ഉള്ളത് ബേസിക് സോൾട്ട് ആയിരിക്കും. ഞാനൊരു വീക്ക് ആയിട്ടുള്ള ആസിഡും വീക്ക് ആയിട്ടുള്ള ബേസും വെച്ചിട്ടാണ് ഞാൻ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടത്തിയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ എടുക്കാം. സ്ട്രോങ് ആസിഡിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. HCl സ്ട്രോങ് ആസിഡാണ്, HNO3 സ്ട്രോങ് ആസിഡാണ്, H2SO4 സ്ട്രോങ് ആസിഡാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. H2SO4 ഇതെല്ലാം സ്ട്രോങ് ആസിഡാണ്. വീക്ക് എന്താണ്, ഇത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ്. വീക്ക് ബേസ് എന്ന് പറയുമ്പം CaOH ട്വൈസ് ഒരു വീക്ക് ബേസ് ആണ്, MgOH ട്വൈസ് ഒരു വീക്ക് ബേസ് ആണ്, NH4OH ഒരു വീക്ക് ബേസ് ആണ്. ഓക്കെ, ഇനി സ്ട്രോങ് ബേസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സ്ട്രോങ് ബേസ് എന്ന് പറയുമ്പോൾ NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, KOH ഒരു സ്ട്രോങ് ബേസ് ആണ്, LiOH ഒരു സ്ട്രോങ് ബേസ് ആണ്. ഇതെല്ലാം സ്ട്രോങ് ബേസ് ആണ്. വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3COOH ഒരു വീക്ക് ആസിഡാണ്, HCOOH ഒരു വീക്ക് ആസിഡാണ്. ഇതെല്ലാം എന്താണ്? വീക്ക് ആസിഡ്സ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പം വീക്ക് ആസിഡും വീക്ക് ബേസും ചേരുവാണെങ്കിൽ ഉണ്ടാകുന്ന സോൾട്ട് ന്യൂട്രൽ ആയിരിക്കും. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ചേരുവാണെങ്കിൽ ഉണ്ടാകും, അതായത് സ്ട്രോങ് ആരാണോ അതിൻ്റെ നേച്ചർ ആയിരിക്കും ഉണ്ടാകുന്ന സോൾട്ട് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ ഇവിടെ? നമുക്ക് ആദ്യം പഠിക്കാൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, കോമൺ സോൾട്ട് NaCl ആണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. NaCl നിന്നാണ് ബാക്കി സോൾട്ടുകളെല്ലാം ഉണ്ടാകുന്നത്. പെട്ടെന്ന് പഠിപ്പിച്ച് തീർത്തേക്കാൻ നമുക്കൊരു 10-20 മിനിറ്റത്തെ കാര്യം കൂടെ ഉള്ളൂ ഈ ചാപ്റ്റർ തീർക്കാനായിട്ട്. അപ്പം നമുക്കറിയാം NaCl വേറെ പേരെന്താണ്? കോമൺ സോൾട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? കൂടുതലും സീ വാട്ടറിലാണ് കാണപ്പെടുന്നത്. ഇത് മാത്രമല്ല വേറെ എവിടെയാണ്? നമ്മുടെ ഇപ്പം എൻ്റെ നാട് പത്തനംതിട്ടയാണ്. ഈ പത്തനംതിട്ടയിലെല്ലാം ഫുൾ എന്താണ്? പത്തനംതിട്ട, റാന്നി അങ്ങോട്ടൊക്കെ എല്ലാം ഫോറസ്റ്റ് റീജിയനാണ് അല്ലേ? എല്ലാം പാറക്കല്ലുകളും വനങ്ങളും ഒക്കെ അല്ലേ? ശരിയല്ലേ? പാറമടകളും പാറയും ഒക്കെയാണ്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം തൊട്ടപ്പുറത്ത് ഇവൻ കണ്ടിട്ടില്ല കേട്ടോ, ഇവൻ കോഴഞ്ചേരിക്കാരനല്ല. അതല്ലേ ഞാൻ പറയുന്ന ഉപ്പെടുക്കാൻ പറ്റുമെന്ന്. ഓ, പറയുന്ന ഉപ്പെടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാൻ പോകുന്ന പറയുന്ന ഉപ്പെടുക്കാൻ പറ്റും. ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ എന്താണ് ഇവിടങ്ങളിലൊക്കെ പാറകൾ കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെ ചില കൺട്രീസിൽ ഈ പാറ പോലെയുള്ള ഭാഗത്ത് എന്തായിരിക്കും? പാറ എന്ന് പറയുന്നത് ഫുൾ സോൾട്ടും കൊണ്ടായിരിക്കും പാറ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിതിനെ പൊട്ടിച്ച് ഇവിടെ പാറ പൊട്ടിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുക? നമ്മൾ കരിങ്കല്ലൊക്കെ എടുക്കുന്ന പോലെ തന്നെ എന്താണ് റോക്ക്, പാറപ്പൊടിയൊക്കെ എടുക്കുന്ന പോലെ തന്നെ അവിടെ എന്ത് ചെയ്യാം? റോക്ക് സോൾട്ട്. അതിനെ റോക്ക് സോൾട്ട് എന്നാണ് പറയുന്നത്. അത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നിറഞ്ഞതായിരിക്കും. അതിനെ പ്യൂരിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? അതിന് ഡെപ്പോസിറ്റ്സ് ഓഫ് സോളിഡ് സോൾട്ട് എന്നാണ് പറയുക. ഓക്കെ, നമ്മുടെ ഇവിടെ പാറകളുള്ള പോലെ തന്നെ പല രാജ്യത്തും പാറകൾ സോൾട്ടിൻ്റെ പാറകളാണ് ഉള്ളത്. മനസ്സിലായോ? അതിനെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായോ? സൾഫറില്ലേ, സൾഫർ
സൾഫർ ഉണ്ടാകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. നാച്ചുറലായിട്ട് സൾഫർ ഇങ്ങനെ ഉണ്ടായി വരുന്ന ഭാഗങ്ങൾ പോലെ ഈ കെനിയ, നമീബിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെത്താനെ സൾഫർ ഇങ്ങനെ അവിടെ ഇതൊക്കെ വെച്ചിട്ടാണ് അവർ പോയിട്ടത് എന്താണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ എന്താണ് NaCl-നെ നമുക്ക് ഹൈഡ്രോലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സബ്സ്റ്റൻസ് നമുക്ക് കിട്ടും. ആ സബ്സ്റ്റൻസുകളെ പറ്റിയൊക്കെയുള്ള പഠനമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം NaCl-ന്റെ ഹൈഡ്രോലിസിസ് ഓഫ് എന്താണെന്നറിയാമോ? ഹൈഡ്രോലിസിസ് ഓഫ് അക്വസ് NaCl. അക്വസ് NaCl എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉപ്പ് എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? അക്വസ് NaCl ആയിട്ട് മാറി. ആ അക്വസ് NaCl ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു പാത്രത്തിനകത്ത് എടുത്തിട്ട് അതിനകത്ത് 2 റിയാക്ട് ചെയ്യാത്ത ഇനേർട്ട് ഇലക്ട്രോഡ്, അത് ഗ്രാഫൈറ്റോ കാർബണോ അല്ലെങ്കിൽ പ്ലാറ്റിനമോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എടുക്കുന്നു. അതിൻ്റെ ഒരു സൈഡ് ബാറ്ററിയുടെ പോസിറ്റീവിലും ഒരു സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്യുന്നു. കീയുടെ സഹായത്തോടുകൂടി സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഇതിനകത്ത് എന്തോ എടുത്തിരിക്കുന്നത്? ഇതിനകത്ത് അക്വസ് NaCl എന്ന് പറഞ്ഞാൽ എന്താ? NaCl പ്ലസ് വാട്ടർ എന്നർത്ഥം. ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ഇത് ആനോഡും ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ഇത് കാഥോഡുമാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. ഫ്ലോ ചെയ്യുന്ന വഴിക്ക് ഇവരെ Na പ്ലസ് Cl മൈനസ് അതേപോലെ തന്നെ വാട്ടറിനെ H പ്ലസ് OH മൈനസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനോഡിലോട്ട് പോകുന്നത്, ആനോഡിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആനോഡിലോട്ട് പോകാൻ സാധ്യതയുള്ളത് ഇവർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ സാധ്യത ക്ലോറിനാണ്. ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിൻ്റെയിലുള്ള ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Cl ആയിട്ട് അവിടെ പോയി പറ്റിപ്പിടിക്കും. പക്ഷേ ഒരു പ്രശ്നം, ക്ലോറിൻ ഒരിക്കലും Cl ആയിട്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല, Cl2 ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ക്ലോറിൻ ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ സൊല്യൂഷനകത്തുനിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. 2 ക്ലോറിൻ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Cl2 ആവും. ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇവനെ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് എഴുതണം. 2Cl മൈനസ് ഗീവ്സ് എന്താ? Cl2 പ്ലസ് 2 ഇലക്ട്രോൺ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി കാഥോഡിലോട്ട് ആരായിരിക്കും പോകുന്നത്? ഇവിടെ 2 പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരിൽ ഈ ഹൈഡ്രജൻ H+ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കാഥോഡിലേക്ക് പോകുന്നത്. അവിടെ നമ്മൾ എന്താണ്, ഇവിടെ നിന്ന് വിട്ട് കൊടുത്ത 2 ഇലക്ട്രോണിനെ ആര് മേടിക്കും? നമ്മുടെ 2 H+ അയൺസ് 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് എന്തായിട്ട് മാറും? H2 ആയിട്ട് നമ്മുടെ ഈ കാഥോഡിൽ ലിബറേറ്റ് ചെയ്യും. ഇവിടെ ബബിൾസ് ഫോം ചെയ്യും. ഇത് H2 ബബിൾസ്, ഇത് Cl2ൻ്റെ ബബിൾസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ ഇങ്ങനെയാണ്. NaCl പ്ലസ് H2O ഇതിനെ ഇലക്ട്രോലിസിസ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കി. ഇനി വേറൊരു കാര്യം കൊണ്ടുണ്ട്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ H-ഉം പോയി ഡെപ്പോസിറ്റ് ചെയ്തു, Cl-ഉം ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നെ റിയാക്ട് ചെയ്യാതെ കിടക്കുന്ന 2 അയോൺ ഏതാ? Na പ്ലസും OH-ഉം അല്ലേ? അവർ തമ്മിൽ ചേർന്നിട്ട് NaOH എന്ന് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് NaOH ഉണ്ടാവും, Cl2 ഉണ്ടാവും, H2 ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇത്രയും പേരാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഇനി വേറൊരു കാര്യം പറയാം. അക്വസ് NaCl സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? ബ്രൈൻ എന്ന് വിളിക്കും. അതായത് അക്വസ് NaCl സൊല്യൂഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബ്രൈൻ എന്ന് വിളിക്കും. അക്വസ് NaCl സൊല്യൂഷനെ ബ്രൈൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഓരോ എന്താണ് ഇതിനകത്ത് നമുക്കറിയാം, ഇതിനകത്തു നിന്നുണ്ടായ ഒരു വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്തിനു ഉപയോഗിക്കാറുണ്ട്? ഹൈഡ്രജൻ അമോണിയയുടെ മാനുഫാക്ചറിന് ഉപയോഗിക്കാറുണ്ട്, റോക്കറ്റ് ഫ്യൂലായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കാറുണ്ട്, ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, നോർമലി ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ക്ലോറിൻ ഇവിടെ ഉണ്ടായി. ക്ലോറിൻ എന്ത് ഉപയോഗിക്കും? ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇല്ലേ? അതേപോലെ തന്നെ എന്താണ് PVC CFC അല്ല PVC എന്ന് പറയുമ്പോൾ പോളിവീനൈൽ ക്ലോറൈഡ്. അതായത് നമ്മുടെ പൈപ്പ് വരുന്ന ടാപ്പ് പൈപ്പ് കണക്ട് ചെയ്യുന്ന ടാപ്പില്ലേ? പൈപ്പും ടാപ്പും രണ്ടിനുണ്ട്. പൈപ്പ് എന്ന് പറയുമ്പോൾ വെള്ളം വരുന്ന നീളമുള്ള, അതാണ് നമ്മൾ പൈപ്പ്സ് എന്ന് പറയുന്നത് ഇല്ലേ? PVC ഉണ്ട്. ശരി. ഓക്കെ. ഇനിയും അടുത്തത് എന്താണ്? അതേപോലെ തന്നെ അത് പെസ്റ്റിസൈഡിൻ്റെ മാനുഫാക്ചറിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതൊരു ബേസാണ്. ഇതെന്തിൻ്റെ മാനുഫാക്ചർ? സോപ്പിൻ്റെ, ഡിറ്റർജൻസിൻ്റെ, പേപ്പറിൻ്റെ മാനുഫാക്ചറിനകത്തൊക്കെ എന്ത് ചെയ്യും? ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനിയും ഇതിനകത്ത് ഇത് നോക്കി, ഇതിനകത്തു നിന്നുണ്ടായ H2ഉം Cl2ഉം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ HCl ഉണ്ടാക്കിയെടുക്കാം. HCl ഒരു ഇമ്പോർട്ടൻ്റ് ലബോറട്ടറി ഏജൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ.
ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ബ്ലീച്ചിങ് പൗഡറാണ്. നോക്കിക്കോളൂ, ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രത്യേകത എന്താ? ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രത്യേകത എന്താ? ബ്ലീച്ചിങ് പൗഡറിൻ്റെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുമ്പോൾ ഫോർമുല എന്താ? CaOCl2 ആണ്. ഈ CaOCl2 എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സ്ലേക്ക്ഡ് ലൈമിനകത്ത്, അതായത് CaOH ട്വൈസിനകത്ത് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോഴാണ് CaOCl2 ഉണ്ടാകുന്നത്. പ്ലസ് എന്തുണ്ടാവും? H2 ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പം ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിനകത്ത് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ കാൽസ്യം CaO ബ്ലീച്ചിങ് പൗഡർ ശരിക്കും കാൽസ്യം ഓക്സി ക്ലോറൈഡ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. കാൽസ്യം ഓക്സി ക്ലോറൈഡ് H2O ഉണ്ടാവും. ഇനി ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഡ്രസ്സ്, നമ്മുടെ കോട്ടനും ലിനനും ഒക്കെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം കണ്ടോ, ഇതിനകത്തൊരു ഓക്സിജൻ കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ക്ലോറോഫോമിൻ്റെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും എന്തുകൊണ്ടാണ് ഈ CaOCl2നെ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? അതെന്താണെന്നറിയാമോ? CaOCl2 ഒന്ന് ചൂടായാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? CaCl2 പ്ലസ് നേസൻ്റ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, ഒരു സ്പീഷ്യസ് ഉണ്ടാവും, നേസൻ്റ് ഓക്സിജൻ. ഈ നേസൻ്റ് ഓക്സിജൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അത് എന്ത് ചെയ്യും? ജേംസിനെ ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇനിയും ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് വൈറ്റ് ആണ്, അതേപോലെ തന്നെ വൈറ്റ് പൗഡറാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ക്ലോറിൻ്റെ സ്ട്രോങ് രൂക്ഷഗന്ധം എന്നാണ് പറയുന്നത്. നമ്മൾ സഫക്കേഷൻ വരും, ക്ലോറിൻ്റെ നല്ല മണമടിക്കും. പിന്നെ അതേപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl. ഈ ബ്ലീച്ചിങ് പൗഡർ HCl-ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും എന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ ബ്ലീച്ചിങ് പൗഡർ കോൾഡ് വാട്ടറിൽ എന്തായിരിക്കും? സോലുബിൾ ആയിരിക്കും. ഈ ടേം ഒക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ. ചിലപ്പം റിയേജൻറ്റ് വിച്ച് ഈസ് സോലുബിൾ ഇൻ കോൾഡ് വാട്ടർ വിച്ച് വെൻ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ആസിഡ് ഗീവ്സ് ക്ലോറിൻ, വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഇത് കോൾഡ് വാട്ടറിനകത്ത് ഡിസോൾവ് ആകും എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയുടെ ഫോർമുല ആദ്യം പഠിച്ചോണം. ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ NaHCO3. ഇതാണ് ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡയുടെ മാനുഫാക്ചർ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ബേക്കിംഗ് സോഡ വേറെ പേരുണ്ട്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് എന്നും പറയും. അതെന്താണെന്നറിയാം? നമ്മൾ ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോഴേ നമ്മൾ ഈ ബേക്കറിയിലൊക്കെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത് എന്താണെന്നറിയോ? അത് ക്രിസ്പി ആകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതെ, അതായത് നമ്മൾ ഈ ബജ്ജിക്കടയിലൊക്കെ ഈ ബജ്ജി ക്രിസ്പാവാൻ വേണ്ടി എന്ത് ചെയ്യും? അവർ അതിനകത്ത് ബേക്കിംഗ് സോഡ ഒക്കെ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ടാണ്. ശരിക്കും അത് വയറിന് കേടാം, മനസ്സിലായോ? ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ കുഴപ്പമില്ല, അതും ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതും വയറിന് കേടാം, മനസ്സിലായോ? ഒത്തിരി കേക്കൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം നോക്കിക്കോളൂ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? NaHCO3. അതിനുവേണ്ടി ഞാൻ ഒരു NaCl എടുക്കുന്നു, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നു, എന്നിട്ട് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അതുവഴി പാസ് ചെയ്യുന്നു, പ്ലസ് അമോണിയം കൂടെ പാസ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ കാണാതെ പഠിക്കണം, ഓർത്ത് വെക്കാൻ പാടാണ്. എന്ത് ചെയ്യുന്നു? കുറച്ച് NaCl പാത്രത്തിനകത്ത് എടുക്കുന്നു, ഉപ്പ് എടുക്കുന്നു, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നു, അതിനകത്തൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുന്നു, അതിനകത്തൂടെ അമോണിയം ഗ്യാസ് കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാവും എന്നറിയാമോ? NaHCO3 പ്ലസ് NH4Cl ഉണ്ടാകുന്നു. അമോണിയം ക്ലോറൈഡ് പ്ലസ് എന്താണ്? ബേക്കിംഗ് സോഡ ഉണ്ടാകുന്നു. ക്ലിയർ ആണല്ലോ? ഈ ബേക്കിംഗ് സോഡയുടെ പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാമോ? അത് വൈറ്റ് ക്രിസ്റ്റലാണ്. അതേപോലെ തന്നെ സ്പാരിംഗ്ലി സോലൂബിൾ ഇൻ വാട്ടറാണ്. വെള്ളത്തിനകത്ത് നല്ലതായിട്ട് ഡിസോൾവ് ആകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? വെള്ളത്തിനകത്ത് ഡിസോൾവ് ആവുമെങ്കിൽ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് അങ്ങ് അലിഞ്ഞു പോകും. പക്ഷെ ഇത് അലിഞ്ഞു പോകത്തില്ല, ഇതാ സർഫസിൽ ഇങ്ങനെ ഇരിക്കും. അതാണ് അതിന് ക്രിസ്പിനെസ് തരുന്നത്, മനസ്സിലായി? അതിങ്ങനെ വറന്നു പോകും. വറക്കുമ്പോൾ അതും കൂടെ ചേർത്ത് ഇങ്ങനെ വറന്ന് അതിലിങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ? കടിക്കുമ്പോൾ ഒരു കറുമുറ ഒരു ഇത് കിട്ടും, മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ഈ എന്താണ്, ഇറ്റ് ഈസ് എ മൈൽഡ് ആൻഡ് നോൺ കൊറോസീവ് ബേസ്. ഒരു മൈൽഡാണ്, നോൺ കൊറോസീവ് ബേസ് ആണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ NaHCO3നെ ഞാൻ ചൂടാക്കിയാൽ Na2CO3യും CO2വും H2Oയും ഉണ്ടാകും. കേക്കിനകത്ത് അല്ലെ ബന്നിനകത്തൊക്കെ ഇത് ആഡ് ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മാവൊക്കെ ഇതാക്കുമ്പോൾ മാവ് നമ്മൾ പൊങ്ങാൻ വെക്കും അല്ലേ? അപ്പോൾ അതെന്താ സംഭവിക്കുന്നറിയോ? നമ്മൾ ഫ്ലഫി ആവത്തില്ലേ? അതായത് ആ കേക്കും ബന്നും ഒക്കെ നമ്മളിങ്ങനെ സ്പോഞ്ച് പോലെ ആകത്തില്ലേ?
അല്ലെങ്കിൽ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ സ്പേസുകൾ കാണാൻ പറ്റത്തില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് രക്ഷപ്പെട്ട് പുറത്തു പോകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അവിടെ എല്ലാം എന്ത് ചെയ്യുന്നത്, സ്പേസ് വരുന്നത്. അതുകൊണ്ടാണ് ബന്നൊക്കെ എന്ത് ചെയ്യുന്നത്, സ്പോഞ്ചും ഫ്ലഫിയും ആവുന്നത്. മനസ്സിലായോ? ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ഇതിനകത്തെ കാരണം. മനസ്സിലായോ? ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ, അതായത് ബന്നിനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അത് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുന്ന പാതയിലാണ് ഹോൾസ് ഒക്കെ ഉണ്ടായിട്ട് അത് ഞെങ്ങുന്നത്. മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് കഴിക്കാനൊരു ഒരു രസമൊക്കെ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയും അതേപോലെ തന്നെ ഈ ബേക്കിംഗ് സോഡയ്ക്കകത്ത് കുറച്ച് ടാർറ്റാറിക് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ, ബേക്കിംഗ് സോഡയ്ക്കകത്ത് കുറച്ച് ടാർറ്റാറിക് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ ബേക്കിംഗ് പൗഡർ ഉണ്ടാവും. ഈ ബേക്കിംഗ് പൗഡറാണ് നമ്മുടെ കേക്കിൻ്റെ മാനുഫാക്ചറിനൊക്കെ എന്ത് ചെയ്യുന്നത്, കേക്കിൻ്റെ പ്രിപ്പറേഷനൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അതേപോലെ ഇതിൻ്റെ യൂസസ് എന്ന് പറയുമ്പോൾ നമ്മൾ അൻറ്റാസിഡിനകത്ത്, മെഡിസിനകത്ത് ഉപയോഗിക്കും. അതേപോലെ തന്നെ ബേക്കറിയിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ടോടാ? ഉണ്ട്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്വിഷറിനകത്ത് എന്ത് ചെയ്യും, ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇനിയും അടുത്തത് നമുക്ക് ഇതും കൂടെ പഠിക്കാവുള്ളൂ, വാഷിംഗ് സോഡയും പ്ലാസ്റ്റർ ഓഫ് പാരീസും. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോഴത്തേക്കും Na2CO3.10H2O, ഡോട്ട് എന്ന് പറയണ്ട, 10H2O എന്നങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. അതിനെ വാഷിംഗ് സോഡ, അലക്കുകാരം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ ആണല്ലോ. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ ഈ ബേക്കിംഗ് സോഡനെ ഹീറ്റ് ചെയ്തിട്ട് അതിനെ റീക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ച റിയാക്ഷൻസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് എഴുതിയാൽ മതി. അതിൻ്റെ റിയാക്ഷൻ ആവും. ഏതൊക്കെയാണ് നോക്കിക്കോളൂ. NaCl+, H2O+, CO2+, NH3 gives എന്തെന്ന് കിട്ടും, NH4Cl+ എന്താ, NaHCO3 ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനിയും ഈ NaHCO3നെ ഞാനൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, Na2CO3+, CO2+, H2O ഉണ്ടാവും ഇല്ലേ? ഇനി ഞാൻ ഈ Na2CO3, ഇവിടെ ഉണ്ടായ Na2CO3ക്കകത്ത് ഞാനൊരു 10H2നെ ക്രിസ്റ്റലൈസ് ചെയ്യുവാണ്. കൽക്കണ്ടം പോലെ വാട്ടറിനെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ Na2CO3.10H2O വരും. ഇവനെ സോഡിയം ബൈകാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഡെക്കാഹൈഡ്രേറ്റ് അല്ലെ വാഷിംഗ് സോഡ എന്ന് പറയും. ഇവന് സോഡ ആഷ് എന്നും പറയും കേട്ടോ. സോഡ ആഷ് എന്നും പറയും. അതായത് Na2CO3നെ സോഡ ആഷ് എന്നും പറയും. അതും കൂടെ ആലോചിച്ച് വെച്ചോണം. ഇനി ഇവരുടെ പ്രോപ്പർട്ടി എന്താ, ഇതൊരു ക്രിസ്റ്റലൈൻ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അതേപോലെ തന്നെ ഇത് കാർബണേറ്റിനകത്ത് വെള്ളത്തിൽ സോലുബിൾ ആകുന്ന കാർബണേറ്റ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല, ഇത് മാത്രമല്ല, വേറെ രണ്ടെണ്ണം കൂടെ ഉള്ളൂ. കാർബണേറ്റ് മൊത്തം എടുക്കുകയാണെങ്കിൽ അതിൽ വെള്ളത്തിൽ അലിയുന്ന കാർബണേറ്റ് ഇതാണ്. ഓക്കെ ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ബേസിക് സ്വഭാവമുള്ള ഒരു സോൾട്ട് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, ബേസിക് സ്വഭാവമുള്ള സോൾട്ട് ആവാൻ കാരണം എന്താ, ഇതിനകത്ത് അമോണിയ ചേർത്തിട്ടുണ്ടായിരുന്നു. NH3 അമോണിയ ഒരു ബേസ് ആണ്. അതുകൊണ്ടാണ് ഇനി ബേസിക് സ്വഭാവം വന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്താവും, റെഡ് ലിറ്റ്മസിനെ എന്താക്കി മാറ്റും, ബ്ലൂ ആക്കി മാറ്റും. ഇനിയും ഇവരുടെ പ്രത്യേകത എന്താ, ഇവരുടെ എന്തിനൊക്കെ ഉപയോഗിക്കും, ക്ലീനിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹാർഡ്നെസ്, അതായത് കുഴൽക്കിണറ്റിലെ വെള്ളത്തിനകത്തൊക്കെ, കുഴൽക്കിണറ്റിലെ വെള്ളം ഉണ്ടല്ലോ, അതിനകത്ത് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ഡിസോൾഡ് സോൾട്ടുകളുണ്ട്. അതിനെ അതിപ്പോൾ അതുള്ളതുകൊണ്ടാണ് വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ ആ ഹാർഡ്നെസ് അങ്ങ് കുറയും. ഓക്കെ ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പേപ്പർ മാനുഫാക്ചറിനും ഗ്ലാസ് മാനുഫാക്ചറിനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, CaSO4 ½ ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാമോ, ജിപ്സം എന്ന് പറയുന്നത് നമുക്കറിയാലോ. നമ്മുടെ പുതിയ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും എന്താണ്, ജിപ്സം ബോർഡുകൾ എന്തുണ്ട്, മുകളിൽ ഇങ്ങനെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആണല്ലോ. അപ്പം അതിനുപയോഗിക്കുന്ന ഒരു ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ജിപ്സം എന്ന് പറയുന്നത്. അപ്പം ആ ജിപ്സം എങ്ങനെയാണ്, CaSO4.2H2 ആണ് ജിപ്സം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഇതിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും, സ്പ്ലിറ്റ് ആയിട്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടന്നിട്ട് CaSO4.12H2 പ്ലസ് 1/2H2 ഉണ്ടാവും. അതായത് മൊത്തം 2 ആണ്. അതിൽ 1.5 വാട്ടർ മോളിക്കൂളും 1/2 വാട്ടർ മോളിക്കൂളും ഇവിടെയും വരും. ഈ 1/2 വാട്ടർ മോളിക്കൂൾ ഇവിടെ ക്രിസ്റ്റലൈൻ ഫോമിൽ ഇരിക്കുമ്പോഴാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, ഇതിനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി തിരിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസിനകത്ത് CaSO4 ½ H2O ഞാൻ
11/2 H2O ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ചെന്തു ആവും? ഇത് CaSO4 എന്താണ് .2H2O ആവുന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് ഒരു ഹാർഡായിട്ടുള്ള മാസാണ്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്ലാസ്റ്റർ ഓഫ് പാരീസിനകത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഹാർഡ് മാസ് ഉണ്ടാവും. അതാണ് നമുക്ക് ഈ നമ്മുടെ എല്ലൊക്കെ ഒടിയുന്ന സമയത്ത് എല്ലാം അനങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ ഡോക്ടർമാർ എന്ത് ചെയ്യും? ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളം ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് കലക്കി അവിടെ അങ്ങ് പിടിപ്പിക്കും. പിന്നെ ചുറ്റി വെച്ച് അടിച്ചാലും എന്ത് ചെയ്യത്തില്ല? അത് പൊട്ടത്തില്ല. അത്രയും ഹാർഡ് മാസായിട്ട് മാറും. ക്ലിയർ ആണോ? ഇനിയും ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലാബിലൊക്കെ ചിലപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതെന്തിനാണെന്നറിയാമോ? എയർ ടൈറ്റ് ലാബിൽ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്ന റിയേജന്റ് ഉണ്ട് കേട്ടോ. ഗ്രിഗ്നാർഡ് റിയേജന്റ് അടുത്ത വർഷം പ്ലസ് 2 പഠിക്കും. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള റിയേജന്റാണ്. അവർ ഈർപ്പവോ അല്ലെങ്കിൽ എയറുമായിട്ടോ റിയാക്ട് ചെയ്താൽ അപ്പം തന്നെ അവരുടെ സ്വഭാവം എല്ലാം മാറും. പക്ഷേ ഇവരുണ്ടെങ്കിലേ നമുക്ക് പല റിയാക്ഷനും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇത് വെറുതെ കളയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എയർ കയറാൻ പാടില്ല. അതുകൊണ്ട് എയർ ടൈറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ഇത് അതിൻ്റെ മൗത്തിൽ ഇത് അങ്ങോട്ട് എന്ത് ചെയ്യും? ചെറുതായിട്ട് ടച്ച് ചെയ്ത് ഇങ്ങനെ വെക്കും. അപ്പോൾ എന്ത് ചെയ്യത്തില്ല? എയർ കയറില്ല. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രശ്നം ഇതെന്ന് പറയുമ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ടോയ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഫയർ പ്രൂഫിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് ഇത് തീ പിടിക്കത്തില്ല പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ. ദെൻ ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മിക്സ് ആണ് കേട്ടോ. ഈ ഭിത്തി പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള സിമെന്റ്. അല്ലല്ല, ഇത് ജിപ്സം ബോർഡല്ല, ഇത് സിമെന്റ് ബോർഡ് എന്ന് പറയും. ഇത് എന്താണ് ഫൈബർ, പിന്നെ അതേപോലെ തന്നെ ജിപ്സം, അതേപോലെ തന്നെ സിമെന്റ് എല്ലാം കൂടെ ചേർത്ത സാധനമാണ്. വെള്ളം വീണാലും ഒന്നും പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനിയും അതേപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റും? ഞാൻ ഓൾറെഡി പറഞ്ഞു, ലാബിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആക്കാനായിട്ട് വേണ്ടി. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ചാപ്റ്ററിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കി. ലാബിനകത്ത് യൂസ് ചെയ്യുന്ന ലാബിനകത്ത് യൂസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാബിനകത്ത് ചില റിയേജൻസിനകത്ത് ഒന്നും എയർ കയറാൻ പാടില്ല. അപ്പം ഇത് അടച്ചു വെക്കുമ്പോൾ എന്തായാലും എയർ ടൈറ്റ് ആയിട്ടല്ല നമുക്ക് ഇരിക്കുന്നത്. അതിനകത്തൂടെ എയർ അല്ലേ, ഇതുവഴി വേണേലും കയറാം. അപ്പോൾ ആ എയർ ടൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ദം ഇട്ട് വെക്കത്തില്ലേ? ബിരിയാണി ദം ബിരിയാണി കേട്ടിട്ടില്ലേ? ദം ബിരിയാണി. അപ്പം നമ്മൾ ഈ മറ്റേ മൈദാമാവ് വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ആ അടപ്പ് കൃത്യമായിട്ട് എന്ത് ചെയ്യും? അത് അടച്ചു വെക്കും അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ? എയർ കയറാതെ. അതേപോലെ തന്നെ നമ്മൾ ലാബിൽ വെക്കും ഈ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആക്കി ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത്.